Hi everyone, welcome to Logic System Design by Nino. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പുതിയൊരു ഫ്ലിപ്പ് ഫ്ലോപ്പാണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. നമ്മൾ ഓൾറെഡി രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് D ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഈ രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിലും ഇതിനകത്ത് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. ആ ഡിസഡ്വാൻറ്റേജസ് എല്ലാം ഓവർകം ചെയ്യുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പാണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് രണ്ട് ഇൻപുട്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്, S ആൻഡ് R. ഓക്കെ, ഈ രണ്ട് ഇൻപുട്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് 4 ഇൻപുട്ട് കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. ഇൻപുട്ടിനകത്ത് 4 കോമ്പിനേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും. 0 0 0 1 1 0 ആൻഡ് 1 1 ആയിരുന്നു ആ 4 കോമ്പിനേഷൻസ് വരുന്നത്. അതായത് ഈ 0 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആവുമായിരുന്നു. ദെൻ when SR is equal to 1 0, the flip flop will be set, and when SR is equal to 0 0, it will act as a memory element. That is, the previous output will be retained there. Okay, then if the SR is equal to 1 1, there is no corresponding output. That is, SR is equal to 1 1 എന്ന് പറയുന്നത് ഒരു ഇൻവാലിഡ് അല്ലെങ്കിൽ ഒരു അൺയൂസ്ഡ് കണ്ടീഷൻ ആയിരുന്നു നമ്മുടെ SR ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത്. അതാണ് ഇതിനകത്ത് വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് രണ്ട് ഇൻപുട്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് 4 കോമ്പിനേഷൻസ് ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനകത്ത് ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. ഓക്കെ, ഇറ്റ്സ് ഇൻവാലിഡ് ഇൻ ദ കേസ് ഓഫ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, ദെൻ ഈ ഒരു D ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രോബ്ലം, ഇറ്റ് ഹാസ് ഓൺലി എ സിംഗിൾ ഇൻപുട്ട് D ആണ്. ഒരൊറ്റ ഇൻപുട്ട് മാത്രമേ ഉള്ളൂ. ആ ഒരൊറ്റ ഇൻപുട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ആകെ 2 കോമ്പിനേഷൻസ് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, 0 ആൻഡ് 1. 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ബി റീസെറ്റ്, ആൻഡ് വെൻ ദ D ഇൻപുട്ട് ഈസ് ഈക്വൽ ടു 1, ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ബി സെറ്റ്. But the disadvantage is that it has only single input. ഓക്കെ, ദെൻ ഈ രണ്ട് സ്റ്റേറ്റ് ഓഫ് ഓപ്പറേഷൻസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നൊരു ഫ്ലിപ്പ് ഫ്ലോപ്പാണ് D ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെയും ഡിസഡ്വാൻറ്റേജസ് ഓവർകം ചെയ്യുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പാണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതായത് JK ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് രണ്ട് ഇൻപുട്സ് ആണുള്ളത്, J ആൻഡ് K. ഈ രണ്ട് ഇൻപുട്സിൽ നമുക്ക് 4 കോമ്പിനേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും. അൺലൈക്ക് ദിസ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, ദ 1 1 കോമ്പിനേഷൻ ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ദ JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതായത് 1 1 എന്നൊരു ഇൻപുട്ട് വന്നാൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പാണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. കമ്പയറിംഗ് ടു ദ D ഫ്ലിപ്പ് ഫ്ലോപ്പ്, വി ക്യാൻ സീ ദാറ്റ് ദർ ആർ 2 ഇൻപുട്സ്, സോ വി ക്യാൻ അപ്ലൈ 4 ഇൻപുട്ട് കോമ്പിനേഷൻസ്. 4 ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ഇതിനകത്ത് പോസിബിൾ ആണ്. ഓക്കെ, ദെൻ ലെറ്റ് സീ വാട്ട് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് ദിസ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് ഇറ്റ്സ് ഡീറ്റെയിൽ സർക്യൂട്ട് ഡയഗ്രാം. ഓക്കെ, ഇതൊരു SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ നാൻഡ് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാമാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിളാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 1 1 എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ ഇൻപുട്ടിൽ വരുന്ന സമയത്ത് ഇൻവാലിഡ് ആണ് അല്ലേ. ആ ഒരു ഇൻവാലിഡ് സ്റ്റേറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് വി ക്യാൻ മോഡിഫൈ ദിസ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് വി വിൽ ഒബ്റ്റെയിൻ ദ JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, ഈ ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് JK ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വി ഹാവ് ടു റീപ്ലേസ് ദീസ് 2 നാൻഡ് ഗേറ്റ്സ് വിത്ത് 3 ഇൻപുട്ട് നാൻഡ്. 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റ്സ് വെച്ചിട്ട് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യാണ്. ദെൻ ദീസ് 2 ഔട്ട്പുട്ട്സ് ഷുഡ് ബി ഫെഡ് ബാക്ക് ടു ദ തേർഡ് ഇൻപുട്ട്. അതായത് ഈ Q എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻപുട്ടിനെ നമ്മൾ ഇവിടേക്ക് ഫീഡ്ബാക്ക് ചെയ്യാണ്. വി വിൽ കണക്ട് ഇറ്റ് ടു ദ തേർഡ് ഇൻപുട്ട് ഓഫ് ദിസ് നാൻഡ് ഗേറ്റ്, ആൻഡ് ദിസ് Q ബാർ വിൽ ബി ഓൾസോ കണക്റ്റഡ് ടു ദിസ് നാൻഡ് ഗേറ്റ്. ഓക്കെ, ഈ ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ S എന്നുള്ളൊരു ഇൻപുട്ടാണ് ഇവിടെ J ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ R ഇൻപുട്ട് വിൽ ആക്ട് ആസ് K. ഓക്കെ, ദെൻ ദിസ് ഈസ് എ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ദ JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, ആൻഡ് ദ കറസ്പോണ്ടിങ് ട്രൂത്ത് ടേബിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1 1 എന്നൊരു ഇൻപുട്ട് കോമ്പിനേഷൻ വരുന്ന സമയത്തും വാലിഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്ക് അതിൻ്റെ ഓപ്പറേഷൻസ് നോക്കാം. അതായത് ഓപ്പറേഷൻസിൽ നമുക്കറിയാം 2 ഇൻപുട്സ് ആണ് വരുന്നത്, 4 പോസിബിൾ കോമ്പിനേഷൻസ് വരുന്നുണ്ടായിരിക്കും. ആ 4 കേസും നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സർക്യൂട്ട് ഡയഗ്രത്തിനകത്ത് ഈ ഒരു പോർഷൻ SR ലാച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നാൻഡ് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു SR ലാച്ചാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സച്ച് ദാറ്റ് ദ S ആൻഡ് R ഇൻപുട്സ് ആർ ഹിയർ, ആൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻ ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ ദിസ് ട്രൂത്ത് ടേബിൾ. ഈ ഒരു SR ലാച്ചിൻ്റെ ഓപ്പറേഷനാണ് ഇവിടെ ഈ ഒരു ട്രൂത്ത് ടേബിളിനകത്ത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ഈ ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. ദിസ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ആക്ട് similar to the SR flip flop except in the last combination. അതായത് SR എന്നുള്ളൊരു ഇൻപുട്ടിൽ 1 1 എന്നൊരു കോമ്പിനേഷൻ വരുന്ന സമയത്ത് SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ അത് ഇൻവാലിഡ് കണ്ടീഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷേ JK ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട്. ആ ഒരു ഡിഫറൻസ് മാത്രമാണ് SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഓപ്പറേഷനുമായിട്ട് ഒരു വ്യത്യാസം വരുന്നത്. JK ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് J is equal to K is equal to 1 എന്നുള്ളൊരു കണ്ടീഷനും വാലിഡ് ആണ്. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഇഫ് ദർ ഈസ് നോ ക്ലോക്ക് ഈസ് അപ്ലൈഡ് വാട്ട് വിൽ ഹാപ്പൻ. ഓക്കെ, ദ ക്ലോക്ക് ഈസ് 0 ആണെന്നുള്ള അസംഷനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വെനെവർ ദ ക്ലോക്ക് ഈസ് ഈക്വൽ ടു 0 വാട്ട് വിൽ ഹാപ്പൻ,
നാൻഡ് ഗേറ്റ്സിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് വരുന്നത്? നാൻഡ് ഗേറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ 1 അറ്റ് ഇറ്റ്സ് ഔട്ട്പുട്ട്. അതായത് ഈ ഒരു SR ലാച്ചിൻ്റെ ഇൻപുട്ടിൽ 1 1 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ദ ഔട്ട്പുട്ട് വിൽ ബി റീറ്റെയിൻഡ് ഇൻ ദ പ്രീവിയസ് കണ്ടീഷൻ ഇറ്റ് സെൽഫ്. ഓക്കെ, ദാറ്റ് ഈസ് whenever the clock input is equal to 0, irrespective of J and K, the output will be equal to പ്രീവിയസ് കണ്ടീഷൻ. അതായത് നമ്മൾ ക്ലോക്ക് 0 ആണ് കൊടുക്കുന്നതെങ്കിൽ ജെ ആൻഡ് കെ എന്നുള്ള ഇൻപുട്സിൽ നമ്മൾ എന്താണ് അപ്ലൈ ചെയ്തതെന്നും കൂടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ദ ഔട്ട്പുട്ട് വിൽ റീറ്റെയിൻ ഇൻ ദ പ്രീവിയസ് ഔട്ട്പുട്ട് വാല്യൂ. ഓക്കെ, നൗ ലെറ്റ്സ് കൺസിഡർ ദ കേസ് 2. ദാറ്റ് ഈസ് വി ആർ അപ്ലൈയിങ് ദ ക്ലോക്ക്. Clock is equal to 1 and J is equal to 0, K is equal to 0. ഈ ഒരു കേസ് ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഓപ്പറേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, J is equal to 0 ആൻഡ് K is equal to 0 ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതൊരു നാൻഡ് ഗേറ്റ് ആണ്. നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടിൽ 0 വന്നാൽ ഇറ്റ്സ് ഔട്ട്പുട്ട് വിൽ ബി 1. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ദ ഓപ്പറേഷൻ ഓഫ് ദിസ് SR ലാച്ച്? ഈ ഒരു SR ലാച്ചിൻ്റെ രണ്ട് ഇൻപുട്ടിലും 1 1 എന്നുള്ളൊരു ഇൻപുട്സ് ആണ് വന്നിട്ടുള്ളത്. 1 1 വരുന്ന സമയത്ത് ഔട്ട്പുട്ട് വിൽ റീറ്റെയിൻ ഇൻ ദ പ്രീവിയസ് കണ്ടീഷൻ ഇറ്റ് സെൽഫ്. ഓക്കെ, ദെൻ ദ ഔട്ട്പുട്ട് വിൽ ബി SR ലാച്ചിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രീവിയസ് ഔട്ട്പുട്ട് കണ്ടീഷനിൽ തന്നെയാണ് നിൽക്കുന്നുണ്ടായിരിക്കുക. സോ ദ ഔട്ട്പുട്ട് QN+1 is equal to QN. Okay, that is whenever we are applying a clock and J is equal to 0, K is equal to 0, the output will be retained in the previous condition QN. Okay, these two operations are similar to that in the case of SR flip-flop. SR flip-flopലും സെയിം കണ്ടീഷൻസ് തന്നെയാണ് വരുന്നത്. നമ്മൾ ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യാത്ത സമയത്ത് SR ഫ്ലിപ്പ്-ഫ്ലോപ്പിനകത്ത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രീവിയസ് ഔട്ട്പുട്ടിൽ തന്നെ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലോക്ക് 1 കൊടുത്തിട്ട് SR എന്നുള്ള രണ്ട് ഇൻപുട്ട്സ് 0 0 കൊടുക്കുന്ന സമയത്തും നമ്മളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രീവിയസ് ഔട്ട്പുട്ടിൽ തന്നെ റീറ്റെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ആക്ടിങ് ലൈക്ക് ദ SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് കേസ് കൺസിഡർ ചെയ്യാം. കേസ് 3. ഇൻ ദ തേർഡ് കേസ് ഐ ആം അപ്ലൈയിങ് a clock, that is clock is equal to 1 and J is equal to 0, K is equal to 1. Then what will happen? Let's see. Okay, then clock is equal to 1, J is equal to 0, K is equal to 1. ദെൻ ഈ ഒരു നാൻഡ് ഗേറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻപുട്ട് 0 ആണ്. ദെൻ ബാക്കി ഇൻപുട്ട്സിനെ നമുക്ക് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ്സ് ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു 1. ഓക്കെ, ദെൻ ഈ ഒരു നാൻഡ് ഗേറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് നാൻഡ് ഗേറ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ രണ്ട് ഇൻപുട്ട്സ് 1 ആണ്. ക്ലോക്ക് ഇൻപുട്ട് 1 ആണ്, K ഇൻപുട്ട് 1 ആണ്. അനദർ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു Q. അതായത് പ്രീവിയസ് ഔട്ട്പുട്ട് ആയിരിക്കും ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. ദെൻ ഇറ്റ്സ് ഔട്ട്പുട്ട് വിൽ ഡിപ്പെൻഡ് ഓൺ ദിസ് QN. ഓക്കെ, ഈ ഒരു നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക? 1 and QN ഹോൾ ബാർ അതായിരിക്കും ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കുക. ഇതിൻ്റെ രണ്ട് ഇൻപുട്ട് 1 ആണ്. സോ 1 and QN ഹോൾ ബാർ എന്നായിരിക്കും ഈ ഒരു പിന്നിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ദെൻ വാട്ട് ഈസ് 1 into QN ഹോൾ ബാർ? 1 into QN is equal to QN. then it is equal to QN bar. ഓക്കെ, അതായത് ഈ ഒരു പിന്നിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് QN bar. ഓക്കെ, then what is the output of these two NAND gates? I am representing it as third and fourth NAND gate. Then the third NAND gate will produce an output depending on these two inputs. ഇവിടെ ഒരു ഇൻപുട്ട് 1ലാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് QN ബാറിലോട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. QN bar and 1. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് വരിക? 1 into QN bar ഹോൾ ബാർ എന്നാണ് ഇവിടെ വരുന്നുണ്ടായിരിക്കുക അല്ലേ. ഇത് എന്തായിരിക്കും? 1 into QN bar ഹോൾ ബാർ is equal to 1 into QN bar എന്ന് പറയുന്നത് എന്താണ്? QN bar ആണ്. Then there is another complement, then it is equal to QN. Okay, that is this output will be equal to QN. Okay, നമുക്ക് ഇവിടെ ഒരു വാല്യൂ അല്ല കിട്ടിയത്, നമ്മൾ ഡിറൈവ് ചെയ്ത് നോക്കിയ സമയത്ത് നമുക്കത് QN എന്ന് കിട്ടി. ഓക്കെ, ഫൈനൽ ഔട്ട്പുട്ട് ഈസ് QN. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് എന്താണ് കിട്ടാൻ നോക്കാം. അതായത് ഈ ഒരു ഫോർത്ത് നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് QN ആണ്. ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു QN. ഓക്കെ, ദെൻ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? QN into QN bar whole bar. Okay, what is it? QN into QN bar whole bar. It is equal to QN into QN bar is equal to 0. Then 0 bar is equal to 1. That is its output will be, this pin will be at 1. Okay, അതായത് ഇവിടുത്തെ QN bar is equal to 1 ആണ് നമുക്ക് കിട്ടിയത്. QN plus 1 എന്ന് പറയുന്ന കോംപ്ലിമെൻറ്റഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ് നമുക്ക് കിട്ടിയത്. Then we know that these two outputs are complements. So we can write it as QN plus 1 is equal to
0. Okay, that is the corresponding output of this combination is like that qn plus 1 is equal to 0. Okay, that is we are applying a clock here and j is equal to 0, k is equal to 1 ആണ് നമുക്ക് അപ്ലൈ ചെയ്യുന്ന കോമ്പിനേഷൻ എങ്കിൽ ഔട്ട്പുട്ട് qn plus 1 is equal to 0 ആയിരിക്കും, സിമിലർ ടു ദ SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. SR ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് SR എന്നുള്ള രണ്ട് ഇൻപുട്ട്സ് നമ്മൾ 0 1 കൊടുത്ത സമയത്ത് വാട്ട് we will get the output qn plus 1 is equal to 0. Similar to that, whenever jk is equal to 0 1, output will be equal to 0. Okay, അതായത് jk flip flop is acting like the SR flip flop. Okay, now let's consider the case 4, that is we are applying a clock is equal to 1, j is equal to 1 and k is equal to 0. ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ നമുക്ക് നോക്കാം. അതായത് clock is equal to 1, j is equal to 1 and k is equal to 0. Okay, then considering this second NAND gate, its one input is at 0, so its output will be at 1. Okay, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയി കഴിഞ്ഞാൽ NAND gate will produce a 1 output. Okay, then ഈ ഒരു NAND gate കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ട് ഇൻപുട്ട്സ് 1ലാണ് നിൽക്കുന്നത്, ദെൻ ഇറ്റ്സ് ഔട്ട്പുട്ട് വിൽ ഡിപ്പെൻഡ് ഓൺ ദ തേർഡ് ഇൻപുട്ട്. ഈ ഒരു തേർഡ് ഇൻപുട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് QN ബാർ എന്നുള്ളൊരു ടെർമിനലിലേക്കാണ് അല്ലേ. ദെൻ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഈ ഒരു NAND ഗേറ്റ്, ഫസ്റ്റ് NAND ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 × QN ബാർ ഹോൾ ബാർ ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് 1 × QN ബാർ ഹോൾ ബാർ ആയിരിക്കും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ കറസ്പോണ്ടിങ്ങിൽ എന്തായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്? 1 × QN ബാർ ഹോൾ ബാർ means that 1 × QN bar is equal to QN bar. Again there is a complement, so it is equal to QN. That is ഈ ഒരു ടെർമിനലിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് ഇറ്റ് ഈസ് ഈക്വൽ ടു QN ആയിരിക്കും. ദെൻ ഈ ഒരു തേർഡ് NAND ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക? ഇറ്റ്സ് ഇൻപുട്ട്സ് ആർ കണക്റ്റഡ് ടു QN ആൻഡ് QN bar. ദെൻ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും വരുന്നുണ്ടാവുക? QN × QN bar ഹോൾ ബാർ ആണ് അല്ലേ. ദെൻ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? QN × QN bar whole bar. It is equal to QN × QN bar is equal to 0. 0 bar is equal to 1. That is this terminal will be at a 1, logic 1. ഓക്കെ, ദെൻ ഈ ഒരു ഫോർത്ത് NAND ഗേറ്റ് നോക്കുക. ഈ ഫോർത്ത് NAND ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് 1ലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ അനദർ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കണക്റ്റഡ് ടു QN. ദെൻ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1 × QN ഹോൾ ബാർ. ദെൻ 1 × QN is equal to QN and then there is a complement, so its output will be equal to QN bar. Here we know that QN is equal to 1, so this QN bar will be equal to 0. Okay, we know that these outputs will be complement and we know that QN is equal to at 1, so QN bar will be at 0. So the output is like that. We are applying clock, then j is equal to 1, k is equal to 0, then we are getting a QN is equal to 1. Okay, then ഇത് സിമിലർ ടു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അതായത് SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ രണ്ട് ഇൻപുട്ട്സിൽ SR എന്നുള്ള രണ്ട് ഇൻപുട്ടിൽ നമ്മൾ 1 0 എന്നൊരു കോമ്പിനേഷനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വി വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് QN plus 1 is equal to 1. ആ ഒരു സെയിം കണ്ടീഷൻ തന്നെയാണ് ഇവിടെ ഒക്യൂർ ചെയ്തിട്ടുള്ളത്. SR എന്നുള്ള ഇൻപുട്ടിന് പകരം JK എന്നുള്ള ഇൻപുട്ട്സ് ആണ് ഇവിടെ ഉള്ളത്. JK is equal to 1 0 അപ്ലൈ ചെയ്തിട്ടുള്ള സമയത്ത് നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദ പ്രീവിയസ് കണ്ടീഷൻ ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് വാസ് റീസെറ്റ്. ഓക്കെ, now consider the last case, case 5. Here I am assuming that the clock is 1, j is equal to 1, k is equal to 1. Along this combination I am assuming that the previous output QN is equal to 0. Okay, now let's see what will happen. Okay, then we know that clock is equal to 1, j is equal to 1 and k is equal to 1. Then ഈ ഒരു ഫസ്റ്റ് NAND ഗേറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ രണ്ട് ഇൻപുട്ടും 1ലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തേർഡ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ ഈ ഒരു തേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വി ആർ അസ്യൂമിങ് ദാറ്റ് QN is equal to 0, so QN bar is equal to 1. Okay, then this 1 will be available here and the NAND gate output will be equal to 0 because all the inputs are at 1. Okay, then ഈ ഒരു NAND gate, second NAND gate കൺസിഡർ ചെയ്യുന്ന സമയത്ത് രണ്ട് ഇൻപുട്ട് ക്ലോക്ക് ആൻഡ് K are at 1, so തേർഡ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇതൊരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഹിയർ QN is equal to 0 and a 0 is available here, so the second NAND gate will produce a 1 at its output. Okay, then third and fourth NAND gates consider ചെയ്യാം.
ഈ ഒരു തേർഡ് നാൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് സീറോയിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ്സ് ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു 1. ഓക്കെ, ദെൻ ഫോർത്ത് നാൻഡ് ഗേറ്റ് കൺസിഡർ ചെയ്യുക. ഇറ്റ്സ് ഇൻപുട്സ് ആർ അറ്റ് 1 ആൻഡ് ദിസ് 1 വിൽ ബി ഫെഡ് ബാക്ക് ഹിയർ. സോ ഇറ്റ്സ് ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, ദറ്റ് ഈസ് വി ഹാവ് സ്റ്റാർട്ടഡ് ഫ്രം എ അസംഷൻ ദാറ്റ് Qn is equal to 0 and Qn bar is equal to 1. But now we will get the output as Qn is equal to 1 and Qn bar is equal to 0. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അസംഷൻ എന്തായിരുന്നു? Qn is equal to 0 എന്നുള്ളൊരു അസംഷനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. Now we are getting the output as Qn plus 1 is equal to 1. ഓക്കെ, ദറ്റ് ഈസ് അവിടെ ഒരു ടോഗ്ലിംഗ് ആണ് നടന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്ന് അതിൻ്റെ കോംപ്ലിമെൻറ്റ് സ്റ്റേറ്റിലേക്ക് ഒരു മൂവ്മെൻ്റ് ആണ് നടന്നത്. നൗ ലെറ്റ് സി ഹൗ ദിസ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് വിത്ത് ദ ന്യൂ ഔട്ട്പുട്ട്സ്. ഇപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ അസ്യൂം ചെയ്ത ഔട്ട്പുട്ട് Qn is equal to 0 ആയിരുന്നു. നൗ വി ആർ ഗെറ്റിംഗ് ആൻ ഔട്ട്പുട്ട് Qn plus 1 is equal to 1. ദെൻ ഈ ഒരു പുതിയ ഔട്ട്പുട്ട് യൂസ് ചെയ്തിട്ട് ഈ ഒരു സർക്യൂട്ട് അഗെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുക നമുക്ക് നോക്കാം. അതായത് Qn is equal to 1 ആണ് ആൻഡ് ദിസ് Qn is available here. അതായത് 1 എന്നൊരു ഇൻപുട്ട് ഇവിടെ അവൈലബിൾ ആണ്. ദെൻ Qn bar is equal to 0 ആൻഡ് ഇറ്റ് ഈസ് ഫെഡ് ബാക്ക് ഹിയർ. ദെൻ ഈ ഒരു ഫസ്റ്റ് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഈ ഒരു സെക്കൻഡ് നാൻഡ് ഗേറ്റിൻ്റെ എല്ലാ ഇൻപുട്സും 1ലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ്സ് ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു 0. ദെൻ ഈ ഒരു കേസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഫോർത്ത് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1. ദാറ്റ് ഈസ് Qn bar ഈസ് ഗെറ്റിംഗ് 1. Then considering this third NAND gate, its inputs are at 1 and this 1 will again fed back here. Then ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? It will be equal to 0. Then Qn plus 2 is equal to 0. Okay, again the output is changed. ഇനി നമുക്ക് ഈ ഒരു പുതിയ ഔട്ട്പുട്ട് യൂസ് ചെയ്തിട്ട് അഗെയിൻ നമുക്ക് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ നോക്കാം. അതായത് Qn plus 2 is equal to 0 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് Qn bar is equal to 1 ആണ്. ഓക്കെ, അഗെയിൻ ഈ ഒരു പ്രസൻറ്റ് ഔട്ട്പുട്ട് ലെവൽസ് യൂസ് ചെയ്തിട്ട് അഗെയിൻ ഈ ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യും ഇഫ് ദ ക്ലോക്ക് ആൻഡ് JK ഇൻപുട്സ് ആർ സ്റ്റിൽ പ്രസൻറ്റ് ഹിയർ. അതായത് ക്ലോക്ക് ആൻഡ് JK എന്നുള്ള 3 ഇൻപുട്സ് നമ്മളിവിടെ 1ലേക്ക് തന്നെയാണ് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെങ്കിൽ ഈ ഒരു പ്രസൻറ്റ് ഔട്ട്പുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ സർക്യൂട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുക നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ Qn is equal to 0 ആണ്. ഈ ഒരു 0 എന്ന് പറയുന്നത് ഇറ്റ്സ് ഫെഡ് ബാക്ക് ടു ഹിയർ ആൻഡ് Qn bar is equal to 1 ആണ്. ഈ ഒരു 1 എന്ന് പറയുന്നത് അവൈലബിൾ ആണ്, ഈ ഒരു ഇൻപുട്ടിൽ അവൈലബിൾ ആയിരിക്കും. ദെൻ സെക്കൻഡ് നാൻഡ് ഗേറ്റ് കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഈ ഒരു ഫസ്റ്റ് നാൻഡ് ഗേറ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ 3 ഇൻപുട്സും 1ലേക്കാണ്. സോ ഇറ്റ്സ് ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു 0. ദെൻ തേർഡ് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇതിൻ്റെ ഒരു ഇൻപുട്ട് 0ലേക്ക് അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് ദെൻ ഇറ്റ്സ് ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു 1. ദാറ്റ് ഈസ് Qn plus 3 is equal to 1. Then fourth NAND gate കൺസിഡർ ചെയ്യുക. അതിൻ്റെ 2 ഇൻപുട്സും 1ലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, Qn bar is equal to 0. ഓക്കെ, ഈ സ്റ്റേറ്റ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഇനീഷ്യലി Qn is equal to 0. Then after a clock it will be equal to 1. Then again it is changing to 0. Then again it is changing to 1. If we are retaining the clock and JK inputs at 1, the toggling or the racing will be continued. Okay, അതാണ് JK flip flopൻ്റെ ഓപ്പറേഷൻ വരുന്നത്. We can mark it as whenever the clock is present and J and K are equal to 1, we will get an output Qn bar, that is continuously toggling or continuously complementing the output. Okay, now let's see the graphic symbol of a JK flip-flop. Okay, it's similar to the SR flip-flop. There are 2 inputs J and K, and also there will be a clock input. We can mark it as CP. Then there are 2 outputs Q and Q bar. Okay, this is the symbol of a JK flip-flop. Now let's see its characteristic table. From the truth table we can obtain the characteristic table, and from that we can derive the characteristic equation corresponding to the JK flip-flop. Let's see it. Okay, characteristic table give us an idea about how the flip-flop output varies depending on the previous output and present inputs. അതായത് പ്രസൻറ്റ് ഇൻപുട്സിന് ഒരു പെർട്ടിക്കുലർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രസൻറ്റ് ഇൻപുട്സിനെയും പ്രീവിയസ് ഔട്ട്പുട്ടിനും ഡിപ്പെൻഡ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട്സ് വാരി ചെയ്യുന്നതെന്നുള്ള ഒരു ടേബിളാണ് ക്യാരക്ടറിസ്റ്റിക് ടേബിൾ എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക് ടേബിളിൻ്റെ ഇൻപുട്ട് എൻട്രീസിൽ വരുന്നത് Qn പ്രീവിയസ് ഔട്ട്പുട്ട് കറൻറ്റ് ഇൻപുട്സ് ആണ്. ദെൻ 3 ഇൻപുട്ട് കോമ്പിനേഷൻസ് ആണ്, 3 ഇൻപുട്ട് വാരിയബിൾസ് ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ 8 കോമ്പിനേഷൻസ് പോസിബിൾ ആയിരിക്കും. 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1. ഓക്കെ,
these are the input combinations possible, and ഈ ഒരു ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് ഔട്ട്പുട്ട് എന്താണെങ്കിൽ അവിടെ ഫിൽ ചെയ്യാം. ഓക്കെ, ദെൻ ജെ കെ ഈസ് ഈക്വൽ ടു 0 ആണ്, പ്രീവിയസ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 0 ആണ്. വി നോ ദാറ്റ് വെനെവർ ജെ കെ ഈസ് ഈക്വൽ ടു 0 വി വിൽ ഗെറ്റ് ദ പ്രീവിയസ് ഔട്ട്പുട്ട് ഇറ്റ് സെൽഫ്. ഇവിടെ നമുക്ക് പ്രീവിയസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു Qn+1 ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് കോമ്പിനേഷൻ ഈസ് ജെ കെ ഈസ് ഈക്വൽ ടു 0 1 ആണ്. ഓക്കെ, ജെ കെ ഈസ് ഈക്വൽ ടു 0 1 ആണെങ്കിൽ പ്രീവിയസ് ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇറ്റ്സ് ഔട്ട്പുട്ട് വിൽ ബി 0, ദാറ്റ് ഈസ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ബി റീസെറ്റ്. ഓക്കെ, then next combination previous output is equal to 0 and jk is equal to 10. jk എന്ന് പറയുന്നത് 10 ആണെങ്കിൽ previous outputനെ ഡിപ്പെൻഡ് ചെയ്യില്ല, the flip flop will be set. Okay, Qn+1 will be 1. Then the next combination is Qn is equal to 0 and jk is equal to 1 1. jk is equal to 1 1 ആണെങ്കിൽ toggling ആണ് അവിടെ വരുന്ന ആക്ഷൻ വരുന്നത്. ഓക്കെ, toggling means the output will be complement of the previous one. അതായത് ഇവിടെ Qn is equal to 0 ആണ്, then the toggled output will be equal to 1. Okay, then here Qn is equal to 1 and jk is equal to 0 jk is equal to 0 ആണെങ്കിൽ പ്രീവിയസ് ഔട്ട്പുട്ടിൽ തന്നെ റീറ്റെയിൻ ചെയ്യാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. പ്രീവിയസ് ഔട്ട്പുട്ട് 1 ആണ്, അതുകൊണ്ട് തന്നെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഔട്ട്പുട്ട് വിൽ റീറ്റെയിൻ ആറ്റ് 1. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് കോമ്പിനേഷൻ Qn is equal to 1 jk is equal to 0 1 ആണ്. jk is equal to 0 1 ആണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ബി reset, that is Qn+1 is equal to 0. Here Qn is equal to 1, jk is equal to 10. jk is equal to 10 ആണെങ്കിൽ പ്രീവിയസ് ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആവാണ് ചെയ്യുന്നത്, that is Qn+1 is equal to 1. Then the last combination Qn is equal to 1 and jk is equal to 1 1. jk is equal to 1 1 ആണെങ്കിൽ there will be a toggling, that is ഈ ഒരു പ്രീവിയസ് കണ്ടീഷനിൽ നിന്ന് കോംപ്ലിമെൻറ്റ് ഔട്ട്പുട്ടാണ് കിട്ടുന്നുണ്ടായിരിക്കുക, that is the output will be equal to 0. Okay, this is the characteristic table of a JK flip-flop. Using this characteristic table, we can obtain the characteristic equation. ഈ ഒരു characteristic equation എന്ന് പറയുന്നത് ഇറ്റ്സ് കറസ്പോണ്ടിങ് ടു Qn+1 ആണ്. നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് വി ഹാവ് ടു യൂസ് എ കെ മാപ്പ്. ഇവിടെ നമുക്ക് 3 ഇൻപുട്ട് വാരിയബിൾസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതുകൊണ്ട് നമുക്കൊരു 3 വാരിയബിളിൻ്റെ കെ മാപ്പാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, കെ മാപ്പ് എൻട്രീസ് എന്ന് പറയുന്നത് Qn, J and K. ഓക്കെ, Qn and jk, these are the K-map entries 0 0 0 1 1 1 1 0 0 and 1. Okay, correspondingly നമുക്ക് ഇതിനകത്ത് എൻട്രീസ് ഫിൽ ചെയ്യാം, that is 0 0 1 1 1 0 1 0. Okay, then ഇതിനകത്ത് ഗ്രൂപ്പിംഗ് വരുന്നത് എങ്ങനെയായിരിക്കും? We can group these two ones together. Okay, again these two ones can be grouped. ഓക്കെ, ഈ ഒരു ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ എന്തായിരിക്കും വന്നിട്ടുണ്ടാവുക? Qn j. Then corresponding to this group the expression will be equal to Qn and k bar. Okay, then final expression is Qn+1 is equal to Qn bar into j or Qn into k bar. This is the characteristic equation corresponding to the JK flip-flop. Okay.